ഒരു എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ശരിക്കുള്ളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ അകത്തുള്ളൊരു പെയിൻ എന്താണെന്നുള്ളത് അയാൾ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാര്യം ആർക്കും അറിയില്ലല്ലോ. കാറിൽ കൂടി പോകുമ്പോഴും തിയേറ്ററിൽ അങ്ങനെ ഇൻ്റർവ്യൂ എന്നല്ലാതെ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിലൂടെ കാണുമ്പോൾ കുറച്ചും കൂടി എനിക്ക് പറഞ്ഞ ഓഡിയൻസിന് ഇങ്ങനെ ഉണ്ട്. അല്ലാതെ ഫുൾ ടൈം അവർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ ഫ്രണ്ട് പ്രവീൺ വന്നിട്ടില്ലേ, അതായത് ഞാൻ ഏത് പടത്തിൻ്റെ ആയിരുന്നു 2018 ഇറങ്ങി കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഞാൻ അവിടെ തിയേറ്റർ വിസിറ്റിന് പോയേക്കാം. തിയേറ്റർ വിസിറ്റിന് പോയിട്ട് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിനോട് ചേർന്ന് നടക്കാൻ പറ്റുള്ളൂ, കാരണം കുറച്ച് ക്രൗഡ് ഉണ്ട്. റിലീസ് ആയ സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഞാൻ കാറിനോട് ഇങ്ങനെ ചേർന്ന് പോകണം. എനിക്ക് ഇത്തിരി നീങ്ങി ഇറക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ ഇങ്ങനെ നല്ല ഞാൻ ചേർന്നായിരുന്നു ഇറങ്ങണേ. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റി വിട്ടാൽ ഇവിടെ കുറച്ച് സ്പേസ് കിട്ടും. വണ്ടി മാറ്റാനായിട്ട് ഇവൻ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു. എൻ്റെ കാലുമ കയറിയാണ്, എൻ്റെ പാദത്തിനാണ് വണ്ടി ഇരിക്കണത്. എനിക്കൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല. കാര്യം വെച്ചാൽ മൊത്തം ചുറ്റും ക്യാമറയാണ്. ഞാൻ വണ്ടി ബാക്കിലേക്ക് ഇത് അതായത് നമുക്ക് വേദനക്കുമ്പോ ഇങ്ങനെ കാര്യം അല്ലെങ്കിൽ പിറ്റേ ദിവസം ക്യാമറയിൽ എല്ലാ ക്യാമറയിലും കാണുമല്ലോ മൊബൈലില്. വണ്ടി കാലുമേ കയറി എടുക്കണം. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് എടുത്തോണ്ട് പോ എന്നാണ് പറയണത്. പക്ഷെ ഫ്രണ്ടിലെ ആൾക്കാരെ കൊണ്ട് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഒരു ടയർ എന്റെ കാലുമേണ് ഇരിക്കണേ. ഈവൻ അത് എന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കാൻ വേണ്ടിട്ടേ ഒന്ന് എന്റെ കാലും അപ്പൊ അതാണ് പറയണത്. വേദന ഉണ്ടല്ലോ, പക്ഷെ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒരു എക്സാമ്പിള്. അതിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവും ആൾക്കാർക്ക്. അവര് കാരണം അവര് സൂപ്പർ സ്റ്റാർ ആയിട്ട് മാത്രം നിൽക്കുന്നത് അവര് മനുഷ്യർ കുറെ കാര്യങ്ങളുണ്ടല്ലോ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തിരിച്ചറിവുണ്ടാവും.